ബേളൂർ താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് മാർച്ച് അവസാന വാരം നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ബുക്ക്ലെറ്റ് പുറത്തിറക്കി. പൂരക്കളി അക്കാദമി ചെയർമാനും മുൻ എംഎൽഎയുമായ കെ കുഞ്ഞിരാമൻ ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. വരുന്ന മാർച്ച് മാസം 25 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിലാണ് അട്ടേങ്ങാനം ബേളൂരിലെ താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ ലഘുവിവരണ പത്രമാണ് ദേവസ്ഥാനം സന്നിധിയിൽ വെച്ച് കേരള പൂരക്കളി അക്കാദമി ചെയർമാനും മുൻ എംഎൽഎയുമായ കെ കുഞ്ഞിരാമൻ പ്രകാശനം ചെയ്തത്. ബേളൂർ മലൂർ തറവാട് പ്രസിഡന്റ് BM ജയദേവൻ നായർ ആദ്യപ്രതി ഏറ്റുവാങ്ങി. കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ അത് അറിയാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കാൻ നമ്മൾ ധാരാളം മെനക്കെടുകയും അതിന് സാമ്പത്തിക ചെലവഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. നന്നായി ജനങ്ങൾ അറിയുകയും ആളുകൾ എത്രയോ മാസങ്ങൾക്ക്, കാരണം സെപ്റ്റംബറിൽ തന്നെ ആളുകൾ തയ്യാറെടുത്ത് ഇന്ന ദിവസമാണ് തെയ്യംകെട്ട് എന്നതിനെക്കുറിച്ച് നല്ല എല്ലാവരും അറിയാൻ തയ്യാറായിരിക്കും. പക്ഷെ പ്രൊഫസർ എന്നത് നമ്മൾ എല്ലാവരും ചെയ്യുമ്പോൾ നമ്മളും ചെയ്യണമല്ലോ എന്നതുകൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. മറ്റൊന്ന് അതൊരു രേഖ കൂടിയാണ്. അതുണ്ടായിരുന്ന ഭൂമങ്ങളും നമ്മുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ വരും തലമുറക്ക് അതിൽ ഓർമ്മിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. 67 കൊല്ലങ്ങൾക്ക് മുമ്പേ ഈ പരിപാടികൾ നടക്കപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നന്നുണ്ടാവില്ല. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ കെ തമ്പാൻ നായർ അധ്യക്ഷനായി. തെയ്യംകെട്ടിന്റെ ബ്രോഷറും ഇതേ വേദിയിൽ വെച്ച് പുറത്തിറക്കി. കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ദാമോദരൻ നെല്ലിക്കത്തിയത്ര വാടകം ബാലന് നൽകിക്കൊണ്ട് ബ്രോഷറിന്റെ പ്രകാശനം നിർവഹിച്ചു. ജനറൽ കൺവീനർ P ഗോപി സ്വാഗതം പറഞ്ഞു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി കൃഷ്ണൻ, ദേവസ്ഥാനം പ്രസിഡന്റ് BM തമ്പാൻ നായർ, സെക്രട്ടറി K നാരായണൻ, ആഘോഷ കമ്മിറ്റി കൺവീനർമാർ, വൈസ് ചെയർമാൻമാർ, സബ് കമ്മിറ്റി ഭാരവാഹികൾ, മാതൃസമിതി ഭാരവാഹികൾ, തെയ്യംകെട്ടിന് നേതൃത്വം നൽകുന്ന ബാത്തൂർ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് EK ഷാജി, സെക്രട്ടറി ബിജു, പ്രാദേശിക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം.